ബൈനോക്കൽ ടോക്സിൻ്റെ ഒരു പുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പം നിൽക്കുന്ന ഞങ്ങൾ നാമക്കല്ല, ഞങ്ങൾ കൊള്ളി ഹിൽസ് കാണാൻ പോകും. കൊള്ളി ഹിൽസിൻ്റെ പ്രത്യേകത അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹെയർ പിന്നുള്ള സ്ഥലമാണ്. 72 എണ്ണം കാണുന്നുണ്ട്. 72 ചേട്ടാ 70 എണ്ണം എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വേണം. എപ്പോൾ തല ഇറക്കുന്നു അവിടെ കൊണ്ട് നിർത്തും. കാരണം എല്ലാം ഇങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ കാണാം അതെങ്ങനെ വരച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കൊള്ളി ഹിൽസ് കാണാൻ പോകാം. നിങ്ങളും വാ, കയറിക്കും. നല്ല അടിപൊളി റോഡാണ് അവിടെ തന്നെ. തമിഴ്നാട്ടിലെ ഒരു റോഡ് മോശമല്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. രാവിലെ ചെറിയൊരു മഞ്ഞിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പൊങ്കലായതുകൊണ്ട് നമ്മൾ ആ ഗ്രാമപ്രദേശമൊക്കെ വന്നിരുന്നത് നല്ല രസമാണ് കാണാൻ. രാവിലെ ഒരു കോലമൊക്കെ വരച്ച് നല്ല അടിപൊളിയാണ്. ഇങ്ങോട്ട് പറയുമ്പോൾ ഇതും ഈ സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വന്നില്ല. പിന്നെ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. കൃഷി, ഫാം, നമ്മുടെ ചൂളമുട്ടായിട്ട് സൈഡ് മൊത്തം എല്ലാത്തരം കൃഷിയുണ്ടല്ലേ. തെങ്ങുണ്ട്, കപ്പയുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെ ചുടുകട്ടക്കളങ്ങളാണ്. ചുടുകട്ട. നമുക്കിവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി നമുക്ക് 40. രാസിപുരം കൊള്ളിമല 33 കിലോമീറ്ററിലേക്ക്. കൊള്ളിമല റൈറ്റ്. പരുത്തി കവുങ്ങ് നല്ല അടിക്ക് വെച്ചേക്ക്. ഒരു പുല്ല് വരെ ഇല്ല. കൊക്കത്തോട്ടം കൂടുതൽ കവുങ്ങ് അല്ലേ ഈ ഏരിയ മൊത്തം. കൂടുതൽ കുറെ നേരമായിട്ട് നമ്മൾ കാണുന്നത് കവുങ്ങ് മാത്രം കാണുന്നത്. ഇടദോഷം നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ. ഒരു മലയോ ഒരു താഴ്വാരോ. അടുത്ത തോട്ടത്തിലോട്ട് കയറുക കേട്ടോ. വടി വെട്ടി കുത്തിച്ചാക്കുന്നത് കവുങ്ങിനകത്ത് ചെറിയ കവുങ്ങ് കയറി വരുന്നുണ്ട്. വലിയ കവുങ്ങുണ്ട്, അതിനകത്തെ ചെറുത് വെച്ചിട്ട് അപ്പത്തേക്ക് മറ്റേ കായ്ക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ഹെയർ പിൻ തുടങ്ങും കേട്ടോ. ഇത് വരച്ചിട്ടേക്കുന്നുണ്ട്. ആഹാ, അനാക്കോണ്ട നടക്കുന്ന പോലെ. കയറി നോക്കാം, എവിടെ വെച്ച് തല ഇറങ്ങുമോ അവിടെ കൊണ്ട് നിർത്താം. മാവ് നിറച്ച് മാവാട്ടോ. മൊത്തം മാവിന് തോട്ടം അല്ലേ. നല്ല തണുപ്പുണ്ടോ. ഹൈ റേഞ്ച് ആവുന്നുള്ളൂ. ആയി തുടങ്ങിയല്ലോ അല്ലേ. ചെക്ക് പോസ്റ്റ് ഉണ്ട്. തുടക്കം തന്നെ നല്ല ഭംഗിയല്ലേ. പക്ഷെ നമ്മളെ കൊണ്ട് ഒരു ആവശ്യമുണ്ടെന്ന് പിടിക്ക് തോന്നിയില്ല. അവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആയിരിക്കും അല്ലേ. അത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. നിലവിൽ നല്ല വളമുണ്ട്, പക്ഷെ അവർക്കത് ഏർപ്പിക്കാൻ തോന്നിയിട്ടില്ല. നമ്മളിപ്പോ തിരിഞ്ഞത് നല്ല വളവാ. ചുരുട്ടി വെച്ചാലേ ഏർപ്പിക്കാൻ തോന്നുള്ളൂ. എന്തായാലും താഴത്തെ വളവിലൊക്കെ എഴുതാത്ത സ്ഥിതിക്ക് ഹെയർപിൻ നല്ല മനോഹരമായി. വെയിലടിക്കുന്നത് മാത്രം ക്യാമറയിൽ മഞ്ഞ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന കളർ എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ ഇടുന്നത് കേട്ടോ. അതിനകത്ത് പച്ച വെള്ളത്ത് കുറച്ച് കളർ കൂട്ടുമോ, മഞ്ഞ വെള്ളത്ത് കളർ കൂട്ടുമോ, അങ്ങനെ പരിപാടി. നിങ്ങൾ വന്ന് കാണുന്നില്ല. ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് ഒരു കാരണവശാലും ഇതാണോടാ എന്ന് വിളിക്കുന്ന ഒരു പരിപാടി ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിനും പേരില്ല, അപ്പൊ ഇതും വളമല്ല. അങ്ങനെ അതെ 70-ൽ 1 ഒരെണ്ണം കഴിഞ്ഞു കേട്ടാ. എല്ലാം അടുപ്പിച്ചാണ്. അടുത്ത് 70-ൽ 2. 2 out of 70. 70-ൽ 2. ചേടാ, ഇത് ദൂരുന്നതിന് മുമ്പ് അടുത്ത ഒരു ഉള്ളു. അനീഷ, നീ പറഞ്ഞ നിന്റെ SLCയുടെ മാർക്കാണ് 70-ൽ 2. SLC മാർക്ക് എനിക്ക് ഉച്ചയിലുള്ള എല്ലാ വിഷയത്തിലും നല്ല മാർക്കാണ്. പിന്നെ പറയാം, ഇവിടെ ലോറി കാർ മാത്രം കൂട്ടിയിട്ട് പടം വെച്ചിട്ടുണ്ട് കേട്ടോ. ബൈക്കും സ്കൂട്ടറൊക്കെ പേടിക്കണ്ട. ഇടിക്കല 3. ആഹാ, ഇതൊക്കെ നല്ല കട്ട ബെൻഡാ. ഹെയർപിൻ 4. തലറക്കം തുടങ്ങിയാലോ.
ഇതൊക്കെ മറ്റേ വലിയ ട്രക്ക് പോലത്തെ വണ്ടി തിരിയാനും തോന്നുന്നു. 5 വളക്ക് സോണിയ മാർ 5 6 എന്റെ അമ്മ ഇനി 64 ഉണ്ടോ? 7 ഒട്ടും വീതിയില്ല ഇവിടെ. 8 7 മുട്ടി 8. ബൈക്കൊക്കെ സ്കിഡ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊക്കെ ഒരു 3 ഇതിലുണ്ട് കേട്ടോ. 9 അല്ലേ? അതെ 9. അമ്മ 9. അതെ, ഇത് താത്തോക്കുള്ള സമയം കിട്ടുന്നത് 10ാമത്തെ വളമായി. പതിനൊന്ന് 12. തീർത്തും 20 ഓട്ടോ. അങ്ങനെ ഇവിടെ 14ാമത്തെ ഏർപ്പിൽ 14. ഇത് ഹെയർപിനല്ലേ? ഇത് ഹെയർപിനായിട്ട് അവർ കൂട്ടിയിട്ടില്ല കേട്ടോ. അയ്യോ, ഇത് മുമ്പേ വളഞ്ഞതിനെക്കാളും വലിയ വളവാണല്ലോ. കൂട് വെക്കാൻ പറഞ്ഞാൽ അതിനെ അറിയത്തില്ല. ആ 17. അപ്പൊ 16ാമത്തെ ഹെയർപിന്റെ ബോർഡ് ഒന്നെങ്കിൽ വണ്ടി ഇടിച്ചോ എങ്ങനെയും പോയിട്ടുണ്ടോ? പോയത് 18 എണ്ണമായി. അതിന്റെ ബോർഡ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതും ഹെയർപിനാന്ന് തോന്നുന്നത്. 20 എണ്ണമായി കേട്ടോ. 20ാമത്തെയാണേ. ഇനി 50 എണ്ണം കൂടെ ഉണ്ട്. 21. എല്ലാ ബെഞ്ചിലും ഒരു വലിയൊരു ഫോട്ടോയും എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. 22. 22. ഇവിടെ കയറി ഒന്ന് വണ്ടിയുടെ ബോട്ടൊക്കെ തുറന്നു വെച്ചാൽ കത്തി പകല്. ഇതെന്നെ സംഭവം എന്നറിയോ? ഗൂഗിളിൽ നമ്മുടെ ഹെയർപിൻ കാണിച്ചേക്കുന്ന കേട്ടാ. നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഈ നീളം കാണിക്കണമൊക്കെ നിങ്ങൾക്ക് കയറാവുള്ള കേട്ടോ. 21 എണ്ണം ആയുള്ളൂ. അങ്ങനെ 24ാമത്തെ വളവിലോട്ടെത്തി. ഇരുപത്തിയഞ്ച്. ഇരിക്കാൻ പറഞ്ഞു. 26. വളക്കി വരുന്നവരുടെ കാര്യം ശ്രദ്ധിക്കണം. വണ്ടിക്ക് അനുസരിച്ച് റോഡ് നോക്കണം. വഴിയെല്ലാം മനോഹരമാണ്. ഇതൊക്കെ ഉണ്ട്. ഇവിടൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡേഞ്ചർ വളവുകളാണ്. 27. 27 28 വന്നു. ഇവിടെ മണ്ണിടിക്കുമ്പോ ബോർഡ് എടുത്തോണ്ട് പോയി തോന്നുന്നു. അതെ, അത്രയൊക്കെ കിടത്തില്ലേ? 30 എണ്ണമായി. ഇനി 40 എണ്ണോടെ കയറണം അല്ലേ? ഓടിച്ചോ. പക്ഷെ മഴയായി കഴിഞ്ഞാൽ ഈ ഓടിച്ചോ ഡേഞ്ചറായി. 30ാമത്തെ വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും തല ഇറങ്ങി. അങ്ങനെ നിർത്തിയതാ. നാമക്കല് കിടക്കുമായിരിക്കും. നമ്മളിതിന്റെ ഏത് ഭാഗത്തുനിന്നായിരിക്കും വന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വലിയ ഉറപ്പില്ല. നമ്മൾ അവിടെ നിന്നായിരിക്കുന്നു. ഈ ഇതുണ്ട്, നിഴല് കിടക്കുന്നുണ്ടോ? മേഘത്തിന്റെ താഴെ കിടക്കുന്ന നോക്കി.
ഇതല്ലേ നഴല്. അത്ര അടുത്താ നിൽക്കുന്നത്. നല്ല ഹാറ്റാട്ടോ ഇവിടെ. മുപ്പത്തിരണ്ട്. അപ്പൊ 31 പോയി. 31 നമ്മൾ നിന്ന്. മുപ്പത്തിമൂന്ന്. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കാണുന്നത് 34ആണ്. അയ്യോ ഇനി പിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നേ. ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. വളവിലെല്ലാം പണിയല്ലേ വായിക്കല് കമ്പി മറ്റേ ഒരു കറങ്ങണ ഒരു ചക്രം പോലെ സാധനം വെക്കുന്നില്ലേ, അതിനുവേണ്ടി വെച്ചേക്കണതാ. തൊട്ടടുത്തതിന്റെ കാണാം. തൊട്ട് മുകളിലത്തെ വളവ്. കാറ്റെടുത്തോണ്ട് പോവോ? ഇങ്ങനെ കാറ്റല്ലേ ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ബോർഡ് വെച്ചേക്കണ മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്നാണ്. എല്ലാ വളവിലും വെച്ചിട്ടുണ്ട്. ഇല്ല അങ്ങനെ ഓടിച്ചാല് അത് തീരുമാനം അപ്പൊ തന്നെ അറിയാൻ പറ്റും. ഒന്നും മെഡിക്കലൊന്നും എടുക്കേണ്ടി വരത്തില്ല. ഒരേ മെഡിക്കൽ കോളേജിലോട്ടായിരിക്കും. ഇവിടുന്ന് ബെഞ്ച് കാണാമോ താഴത്തെ? നോക്കിയാലോ. ഇവിടെ നിർത്തുന്നില്ല. അവിടെ വീതിയുണ്ട്. 38. 39. പറഞ്ഞു തീർന്നില്ല. അതെ 38 പറഞ്ഞിട്ട് ശ്വാസം വലിച്ചില്ല. 40 എത്തി. നല്ല കാറ്റടിക്കുന്നുണ്ട്. കൈ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു. കണ്ടില്ലെങ്കിൽ എന്നെ കൂടെ കെട്ടിക്കൊണ്ടേ പോണേ. പറഞ്ഞ വഴി ഇരിപ്പുണ്ടോ? 41. ഈ 41 എന്ന് പറയുമ്പോഴല്ലോ നാമക്കൽ സിറ്റിന്ന് 900 മീറ്റർ ഹൈറ്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ കയറി കഴിയുമ്പോൾ നമ്മൾ 1 കിലോമീറ്റർ ഹൈറ്റ് വരും. 42. നമുക്ക് അത്യാവശ്യം ഹെയർ പിൻ കാണത്തക്ക രീതിയിലൊക്കെ നല്ല പണി നല്ല ഫിറ്റാക്കി എടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 43 ആയിരിക്കണം. 43 ബോർഡ് പോയിട്ടുണ്ടാവും. ചെറുതായത് 44. നമ്മൾ മേളിൽ കണ്ട മഞ്ഞിപ്പോ താഴെ 45 ആയിരിക്കും അല്ലേ? ഓട് പോയ ലക്ഷണം. അത് അവരുടെ കണക്കിൽ ചിലപ്പോൾ ഹെയർപിൻ ആയിരിക്കാം. അത് തന്നെ 46, 45, 46 തമ്മിൽ ശകലം ദൂരമുണ്ട്. 46. ഇവിടെ വണ്ടി പൊരഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശക്തമായ വളവുകളാണ്. 47. അടുത്ത 48 വളയം. 49. 49 വളവ് തിരിയുമ്പോൾ കാണുന്ന അടുത്ത 50 ബോർഡാണ്. നേരെ 51 ബോർഡാ. ഇമാരെ ഇപ്പോഴാണ് നയിച്ചു വിട്ടത്. റോഡിൽ കൂടെ സംഘടന മുളകി സംഘടന 50% ഉണ്ട്. നമുക്ക് കാശം തന്നെ കാരണേ. 54. ഇവിടൊക്കെ ബാരിക്കടൊക്കെ ചളങ്ങിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഇടിയൊക്കെ നടന്നുണ്ട്. ഇടി നടക്കുന്ന ഉറപ്പല്ല.
55 തിരിയുന്ന 56 മോളിൽ കാണുന്ന അടുത്ത വളവാ. അടുത്തായി ഇതാ വളഞ്ഞു. വീണ്ടും അടുത്തത്. ഇത് തിരിഞ്ഞ് വണ്ടി നൂരുന്നത് അടുത്ത വളവിലോട്ടാ. എത്തി കേട്ടാ 57. അടുത്ത മോഡ് കണ്ടു കഴിഞ്ഞു 58. ഛർദിക്കില്ല എന്ന് വാശി പിടിക്കുന്ന കുറെ ആൾക്കാരല്ലേ, അവരെ ഓരോ ദിവസം പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. 58 അടുത്ത 59. നമ്മള് നാമക്കൽ ടൗണിൽ നമ്മൾ 1000 മീറ്റർ മേളിൽ വന്നു കേട്ടോ. അതായത് 61ാമത്തെ വളവ് വന്നപ്പോൾ 61ആണോ 62ആണോ അവിടെ ഈ ബോർഡിന് വളവില്ല, ഈ വളവിന് നമ്പരും ഇല്ലല്ലോ, മറന്നുപോയി. നമ്മൾ താഴേന്ന് കണ്ട മഞ്ഞൊക്കെ നമുക്ക് മേഘമൊക്കെ അവിടെ നേർക്ക് നേരെ വന്നു. ഇവരെ നമ്മൾ താഴെ അങ്ങനെ കണ്ട ടൗണിൽ നിന്ന് പോരുമ്പോൾ താഴെ നമ്മൾ കണ്ടില്ല. അത് നല്ല സൂപ്പർ കാറ്റടിക്കുന്ന കേട്ടോ. എനിക്ക് മരച്ചിലേക്ക് കിടന്ന് ആടുന്നുണ്ടോ, നല്ല കാറ്റാണ്, നല്ല തണുപ്പാട്ടോ. വഴി നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണം. വഴിയിൽ ഒരു കട്ടർ പോലും ഇല്ല അല്ലേ, ഒരു സ്ഥലവും പൊളിഞ്ഞിട്ടുമില്ല. വീതി കുറവുള്ള വഴിയാണേലും. 63 ഇച്ചിരി വെട്ടം പിടിച്ചോ കടിക്കുന്നത്. എവിടുന്നാണ് ഓൾറെഡി കേൾക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു വണ്ടിക്ക് ഹെൽമെറ്റ് ഇല്ല, ഒറ്റ വണ്ടിക്ക് ഹെൽമെറ്റ് ഇല്ല. 65 65 കുത്തുവളവാ. ശരിയാണല്ലോ. 66 ഒരു ബസ് വരും. നമ്മളിപ്പോഴാണ് ഒരു ബസ് കണ്ടോ. ചെറിയ ബസ്സാ അല്ലേ, നീളം കുറഞ്ഞ ബസ്. ശ്രീ നാച്ചിയമ്മൻ ടെമ്പിൾ. ഇവിടെ ഒരു അമ്പലമുണ്ട്. താഴെ 67. അപ്പൊ 3 എണ്ണങ്ങളുണ്ട്. ശരിയായിട്ട് അത് കൂട്ടിയില്ല. 69. അപ്പൊ ഇനി നമുക്ക് ഓരെണ്ണം കൂടെ ഉള്ളൂ. നല്ല ബെൻഡായിരുന്നു. അവിടോട്ട് വരുമ്പോഴത്തേക്കും അടിപൊളിയാട്ടോ. 70 ഹെയർ പിൻ. 70. അങ്ങനെ 70 ഹെയർ പിൻ കഴിഞ്ഞു കേട്ടോ. അയ്യോ ശ്വാസം വിടണേ, നല്ല തണുപ്പുണ്ട്. നമ്മളത് കഴിഞ്ഞ് ചെറിയ ടൗണിലോട്ട് വന്നു കേട്ടോ. പൊക്കലായിട്ട് എല്ലാ കടകളുടെയും വാതിക്കലും വീടുകളുടെയും മാർക്കിലൊക്കെ കോലമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാക്കിയിട്ടേക്കുന്നത്, കഴുകി വൃത്തിയാക്കി. ഉള്ള കയറി എത്ര തിരിച്ചിറങ്ങുവാണോ? 10 കിലോമീറ്ററിന് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിപ്പിക്കുമോ. നല്ല ചെങ്കുത്തായ ഒരു പാറയാട്ടോ നിങ്ങൾ. അതിൻ്റെ താഴ്വശം നാമക്കൽ തന്നെയാണ്. നമ്മളാ കയറി വരുന്നത് ഒരു ചുര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പോകാനുള്ളത് ഈ വഴിക്കാം. പോയാലോ? ഞാൻ പാറയുടെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കാൻ. എന്ത് രസം കാണാൻ. ഇടയ്ക്ക് ചെറിയൊരു വയലും ഉണ്ടല്ലേ, നെൽപ്പാടം ഉണ്ട് കേട്ടോ. അത്രയും ഭാഗത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ മലയുടെ മുകളിലും കൃഷി ചെയ്യുന്നുണ്ടെന്ന് നോക്കി. രസമുണ്ട് കേട്ടോ. വലിയ ഹൈറ്റുള്ള മരങ്ങളല്ല, മരങ്ങൾക്ക് പ്രായമുണ്ട്. എങ്ങനെ ഇങ്ങനെ കോർത്ത് കോർത്തേക്കുന്നല്ലേ. അത് തന്നെ, എല്ലാത്തിനും നല്ല വണ്ണമുണ്ട് എല്ലാ കമ്പുകൾക്കും. മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു. മഴ പെയ്ത ലക്ഷണമുണ്ട് ചെറുതായിട്ട്. റോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്, നനഞ്ഞു കിടക്കണം. എന്നെ ഈ സ്ഥലത്തിന് പേര് സെമ്മേട്. ഇവിടെ ഒരു ബോട്ട് ഹൗസ് പറഞ്ഞിട്ടുണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞിട്ടുണ്ട്, സിക്കു പാർക്ക് വ്യൂ പോയിന്റ്. 2 കിലോമീറ്റർ. നമുക്ക് പോയി നോക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ മാറിയാൽ മതിയായിരിക്കും. എല്ലായിടത്തും പൊങ്കലാഘോഷങ്ങളാണ്. കുരുമുളക് കൃഷിയാട്ടോ. എല്ലാം പൊക്കത്തിലാ നോക്കി കൊടി കയറിപ്പോയത്. ബോട്ട് ഹൗസ്. ഇത് പെഡൽ ബോട്ടാ ഉണ്ടാവും.
ഇതിന് വഴി അപ്പുറ സൈഡാ കേട്ടോ. നമ്മൾ അപ്പുറത്ത് നമ്മൾ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ്, ലേക്കിന്റെ ഓപ്പോസിറ്റ് സൈഡ്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, അത്രയും പാവും. ഇത് 3 4 പെട്രോൾ ബോട്ട് കിടപ്പുണ്ട്. 2 ബോട്ടുണ്ട്. അതെ ഒരെണ്ണം അവിടെ. എങ്ങോട്ടാ ചവിട്ടണമെന്ന് അറിയാൻ പറ്റായിരിക്കുമോ? ചെറിയ ലേക്ക് കേട്ടോ, വളരെ ചെറിയ ലേക്ക്. കെട്ടി വലിക്കേണ്ടി വരും. അമ്മമാരവിടെ കിടന്ന് അഭ്യാസം കളിക്കുക. 4 പിള്ളേർ സെറ്റാ. അപ്പൊ ഇതാണ് കൊള്ളിയിലെ ബോട്ടിംഗ്. നെൽകൃഷിയുണ്ട്. ചെറിയൊരു താഴ്വാരം അതിന്റെ, അതല്ലേ? അവിടെ നെല്ല 2 സൈഡ് നിൽക്കും. പാടത്തിന്റെ അപ്പുറം ഇപ്പുറം 2 സൈഡും ഹൈറ്റുള്ള സ്ഥലമാണ്. ആണ്. അതിങ്ങനെ നടുക്കൂടെ മറ്റേ തോടൊഴുകുന്ന പോലെ സ്ഥലം. അത് മൊത്തം ഫുള്ള് നെൽകൃഷി. മൊത്തം കുരുമുളക, കൊടിത്തോട്ടം, പുറത്ത് മറ്റേ കാപ്പി, ചെറിയ അല്ല രണ്ടും ഒരുമിച്ചാ. കുരുമുളകും കാപ്പി ഒരുമിച്ചാ ഇതിനകത്തുണ്ടല്ലേ? രണ്ടിടത്തുണ്ട്. എസ്റ്റേറ്റുകളാന്ന് തോന്നുന്നു അല്ലേ? അതെ, എസ്റ്റേറ്റ്. കൊള്ളി ഹിൽസ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയനാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ടൗൺ എന്ന് പറഞ്ഞാല് സെമ്മേട്, അതാണ് ടൗൺ. ഇപ്പൊ നമ്മള് ടൗണിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് ഒന്ന് വന്ന രീതിക്ക് എന്തായാലും ഓടിച്ചു വന്നതല്ലേ, അന്നാ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചിട്ട് ഒന്ന് കറങ്ങിറങ്ങിയതാ. കൊള്ളി ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു ടൗൺ ആയിട്ടില്ല കേട്ടോ. ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് ഈ സെമ്മേട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ മൊത്തം കൃഷിയാണ്. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട്. ആവശ്യത്തിന് റിസോർട്ടും ഉണ്ട്. കാരണം ഈ 3 മാസത്തോടെ നല്ല തണുപ്പാണ് പറഞ്ഞത്. ആ തണുപ്പ് ആസ്വദിക്കാനായിട്ട് ഈ നാടിൻ്റെ പല ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. ശനി ഞായർ തിങ്കളൊക്കെ ഇവിടെ തിരക്കാണ്. ഈ സെമ്മേടൊക്കെ അതുപോലെ തിരക്കാന്ന് പറഞ്ഞത്. ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ഈ കുറച്ച് നമ്മളെ കൊടയിലും അവിടെ ലെഫ്റ്റ് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്. പിന്നെ ഫുള്ള് ഈ കാലാവസ്ഥ മാത്രമുണ്ട്. ഈ കാലാവസ്ഥ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. 800 850 per റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. നമ്മളിപ്പോൾ ഈ കറക്കി കാണിച്ചേക്കുന്ന ടൗണാണ് സെമ്മേട്. ഇതാണ് കൊള്ളി ഹിൽസിലെ മെയിൻ ടൗണ്. ഇനി അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ള സംഭവങ്ങളുള്ളൂ. ഇതാണ് മെയിൻ സ്ഥലം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ ചുരം കയറി ഏറ്റവും കൂടുതൽ ഹെയർ പിൻ കയറി നമ്മളിവിടെ വന്നു. അങ്ങനെ സെമ്മേടെന്ന് വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. ഒരു പുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ബൈ.